Hi dear students, good morning. So in the last class we were discussing different types of poisons and the clinical manifestations if we ingest them and the first aid measures. Let us continue with other different types of poisons today also. So the next group of poisons are metal poisoning. First one is lead. Lead is a metal which can cause poisons in human beings, and clinical manifestations of lead poisoning are metallic taste in the mouth. ഒരുമാതിരി എന്താ പറയുക, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ വരാറുണ്ട്. അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും. ഒരുമാതിരി മെറ്റാലിക് ടേസ്റ്റ് വായിൽ വരുന്നത്. ദെൻ നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ബ്ലഡി ഡാർക്ക് സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് ഭയങ്കര ഡാർക്ക് ആയിരിക്കും, ബ്ലഡി ഡാർക്ക് കളറായിരിക്കും. നോർമൽ സ്റ്റൂളിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇത് ലെഡ് പോയ്സണിങ്ങിൽ ബ്ലഡി ഡാർക്ക് സ്റ്റൂളാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അടുത്തത് ഹെഡ് ഏക്ക്, ഡ്രൗസിനെസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിങ്ങനെ കിറുങ്ങിയിരിക്കുന്ന ഒരു തരം അവസ്ഥയാണത്. ദെൻ ക്രാംസ്, മസിൽ ക്രാംസ്, നമ്മൾ പറയാറുണ്ട് മസിൽ കയറുന്നു എന്ന് പറയുന്നത്, അതുപോലെയുള്ള ക്രാംസ് അത് ഏത് മസിലിനും വരാം. ദെൻ കൺവൽഷൻസ്, വി നോ വാട്ട് ഈസ് കൺവൽഷൻസ്. നംനെസ്, ലോസ് ഓഫ് ഫീലിംഗ് ഇൻ ആൻ ഏരിയ, നമുക്കറിയാം മരവിച്ച് പോകുക നമ്മൾ പറയല്ലേ, കുറേ നേരം ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ കാലൊക്കെ നമ്മുടെ മരച്ചു പോകാറുണ്ട്, അതാണ് നംനെസ്. ആൻഡ് ഇൻ ക്രോണിക് കേസസ് എ ബ്ലൂ ലൈൻ ഈസ് സീൻ ഓൺ ഗംസ്. ക്രോണിക് കേസസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ട് ഈ ലെഡിൻ്റെ അംശം ശരീരത്തിലുള്ള ആളുകൾക്ക് എന്താ പറയുക, പോയ്സണിങ് ആകുമ്പോൾ അവർക്ക് കാണാം, അതായത് കുറേ കാലങ്ങളായി ദേ ആർ അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ലെഡ്, ദേ ഹാവ് എ ബ്ലൂ ലൈൻ ഇൻ ദെയർ ഗംസ്. ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ കാണാം. ഇത് ക്രോണിക് കേസസിലാണ്, പ്രൊലോങ്ഡ് ആയിട്ട് ലെഡിനോട് എക്സ്പോഷറുള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ ഒരു ബ്ലൂ ലൈൻ വരുന്നത്. മെയിനായിട്ടും പണ്ട് കാലത്ത്, അതായത് ഒരു 1970s അതിനു മുമ്പുള്ള കാലങ്ങളിലെ പെയിൻറ്റുകളിലാണ് ലെഡിൻ്റെ അംശം കൂടുതലായിട്ട്. അതായത് അപ്പോൾ ഓൾഡ് ബിൽഡിങ്ങുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ലെഡ് പോയ്സണിങ്ങിനുള്ള ചാൻസ് കൂടുതലുള്ളത്. നമുക്കതിൻ്റെ ഫസ്റ്റ് എയ്ഡ് നോക്കാം. Give plenty of warm water, milk or white of egg and barley water. ഇതൊക്കെ കൊടുക്കുന്ന we know that it acts as antidote to lead. Then induce vomiting. This is effective in case of acute poisoning. If it is a chronic case, if the person is under the effect of lead for a long time, induction of vomiting is not that effective, but it is an acute poisoning or a sudden occurrence, then induced vomiting is an effective method. Then as soon as possible shift the patient to hospital. That is the first aid measure for lead poisoning. And the second one is mercury. നിങ്ങൾ മെർക്കുറി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മെർക്കുറി കോമൺ ആയിട്ട് നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന തെർമോമീറ്ററിൻ്റെ ബൾബിനുള്ളിൽ കാണുന്ന ഒരു വൈറ്റ് മെറ്റലാണ്. നിലത്ത് വീണാൽ ഒഴുകി പോകുക, അല്ല ഉരുണ്ടിങ്ങനെ കിടക്കും. Then here also metallic taste can be felt in the mouth in case of mercury poisoning. Then burning pain in mouth and stomach, അതായത് പൊള്ളുന്ന പോലത്തെ വേദന. Then tongue and throat is corroded with grey white coating. മെർക്കുറി ഈസ് എ കൊറോഡിങ് മെറ്റൽ, അതായത് ദ്രവിച്ചു പോകുക എന്ന് പറയാം. അങ്ങനത്തെ സ്കിന്നും ടങ്ങും വായ്ക്കുള്ളിൽ ത്രോട്ടും എല്ലാം ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്ന പോലത്തെ ഒരു ലുക്ക് ഉണ്ടാവും. Then there will be again nausea, vomiting, and bloody dark stools, headache, convulsions and numbness. ലെഡിൻ്റെ പോലെയൊക്കെ തന്നെയാണ് ഏകദേശം. Here also the management is egg white. Then arrowroot flour, നമ്മൾ കൂവപ്പൊടി എന്ന് പറയും. നമ്മുടെയൊക്കെ പറമ്പിൽ കാണുന്ന ഒരു സാധനമാണ് കൂവ. അതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ചെടുക്കുന്ന സാധനമാണ് arrowroot flour. പണ്ട് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ആരോറൂട്ട് ബിസ്ക്കറ്റ് ആണെന്നായിരുന്നു. ആരോറൂട്ട് ബിസ്ക്കറ്റ് അല്ല, ആരോറൂട്ട് ഫ്ലോർ. ദിസ് ഇസ് പ്യുവർ ആരോറൂട്ട് ഫ്ലോർ ഓർ കൂവപ്പൊടി. ഓക്കെ, ദാറ്റ് ഇസ് ദ മെഷേഴ്സ് യൂസ്ഡ് ഇൻ mercury poisoning. And here also we have to shift that patient to hospital. That is not typed here. Okay, shifting a patient to hospital is a primary responsibility of a first aider. Okay, next we can see organic chemical poisoning. The first one is DDT. നമ്മൾ ഉറുമ്പിനെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം വെളുത്ത പൊടിയാണ് DDT.
ഇതിപ്പോൾ അത്രയും അവൈലബിൾ അല്ല, കാരണം ഇതിൻ്റെ പോയ്സണിങ് റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇതിനിടയ്ക്ക് ബാൻ ചെയ്തിരുന്നു. സ്റ്റിൽ വി ക്യാൻ ലെറ്റ് us see what will happen if we ingest DDT. The clinical features are nausea, vomiting, വെറ്റൈഗോ. വെറ്റൈഗോ എന്ന് പറഞ്ഞാൽ ഒരു തരം സ്പിന്നിങ് ഫീലിംഗ് ആണ്, തല കറങ്ങുന്ന പോലത്തെ ഫീലിംഗ്. എക്സാക്ട്ലി പറഞ്ഞാൽ നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചുമ്മാ നിന്ന് വട്ടം കറങ്ങുന്ന സ്വഭാവമല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നിന്ന് കഴിയുമ്പോൾ ചുറ്റുമുള്ള ലോകം മുഴുവൻ നമ്മുടെ ചുറ്റും കറങ്ങും. ദാറ്റ് ഈസ് വെറ്റൈഗോ. ഇത് മെയിനായിട്ടും ഇയർ ബാലൻസ് പോകുമ്പോൾ വരുന്ന ഒരു സിംറ്റമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ട്രെമേഴ്സ്. ട്രെമർ എന്ന് പറഞ്ഞാൽ വിറവൽ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം നേരം ഭക്ഷണം കഴിക്കാതെ നമ്മുടെ കൈയൊക്കെ വിറയ്ക്കത്തില്ലേ, ദാറ്റ് ഇസ് ട്രെമേഴ്സ്. ദെൻ നെക്സ്റ്റ് സിംറ്റം ഈസ് കൺവൽഷൻസ് and a patient may go into coma and ultimately there is chance of respiratory failure. Then the first aid measures are give plenty of tap water. This is to dilute the poison and its effect. Then induce vomiting again in order to expel the poison out of your body. Then as early as possible shift the patient to hospital. These are the first aid measures. Next is insecticides. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇൻസെക്ടിസൈഡ്സ്. പാറ്റകളെയും ഉറുമ്പിനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, ട്രെമേഴ്സ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോയിന്റ്സ് ആണ്. ദെൻ അറ്റാക്സിയ. ഇറ്റ് ഇസ് ലാക്ക് ഓഫ് മസിൽ കോർഡിനേഷൻ. വി വോണ്ട് ബി ഏബിൾ ടു കോർഡിനേറ്റ് അവർ മൂവ്മെൻറ്റ്സ്. കൈ കൊണ്ടൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഡിറക്ഷനിലോട്ട് കൈ പോകണമെന്നില്ല. അല്ലെങ്കിൽ കാലുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വെക്കണം നോക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. ദാറ്റ് ഈസ് അറ്റാക്സിയ, ദ ലാക്ക് ഓഫ് muscle coordination, and there is chance of convulsions. And here also the first aid measures are same like the previous one. This one, like DDT, give plenty of water, induce vomiting and shift to hospital. In your notes you can write same as above, but if this question comes in your examination you have to write this answer itself. Okay, this includes in the general management of poisoning. Okay, next is organic phosphorus compounds. നമ്മൾ യൂഷ്വലി അഗ്രികൾച്ചർ ഫീൽഡിൽ പെസ്റ്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് അടങ്ങിയ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് ഫോസ്ഫറസ് കോമ്പൗണ്ട്സ്. ആൻഡ് the clinical features are typical smell of this compound. Then there will be nausea, vomiting, diarrhea, then abdominal pain, lacrimation. Lacrimation എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് നമ്മൾ കരയാതെ തന്നെ കണ്ണുനീര് ഒരു ചെറുങ്ങുന്നതിനാണ് ലാക്രിമേഷൻ എന്ന് പറയുന്നത്. Then there will be sweating, then increased bronchial secretion. നമ്മുടെ റെസ്പിറേറ്ററി സെക്രീഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും, നമുക്ക് തൊണ്ടയിലൊക്കെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. Then blurred vision, അതായത് മങ്ങിയ കാഴ്ച, നമ്മുടെ കാഴ്ചയെല്ലാം മങ്ങിപ്പോകും. ദെൻ പിൻ പോയിന്റഡ് പ്യൂപ്പിൾസ്. പിൻ പോയിന്റ്, നമ്മുടെ പ്യൂപ്പിൾ ഏതാണെന്ന് നമുക്കറിയാം. നമ്മുടെ കണ്ണിന് കളർ കൊടുക്കുന്ന ഐറിസിൻ്റെ നടുക്കിരിക്കുന്നതാണ് പ്യൂപ്പിൾസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ആ പ്യൂപ്പിൾസ് വളരെയധികം കൺസ്ട്രിക്റ്റ് ആയിട്ട് ചെറുതായി പോകുന്നതിനാണ് നമ്മൾ പിൻ പോയിന്റഡ് പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐറിസ്. ഇതിൻ്റെ നടുക്കിരിക്കുന്ന ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം കണ്ടോ നിങ്ങൾ? യൂഷ്വലി കുറച്ചുകൂടെ വട്ടത്തിൽ ഇത് വരും അല്ലേ? നമ്മൾ കണ്ണാടി എടുത്ത് നോക്കിയാൽ നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലുപ്പം നമുക്കറിയാൻ പറ്റും. ഇവിടെ നോക്കി വളരെയധികം കൺസ്ട്രിക്റ്റ് ചെയ്ത് ചെറുതായിട്ടിരിക്കുകയാണ്. ദിസ് ഈസ് പിൻ പോയിന്റഡ്. ഇത് ഇത്രയും ചെറുതാണ്. നമ്മൾ നേരിട്ടൊരു കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ടോർച്ച് അടിച്ച് കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം നാരോ, എന്തുമാത്രം ചെറുതായിപ്പോയെന്ന്. അതാണ് പിൻ പോയിന്റഡ് പ്യൂപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിൻ പോയിന്റഡ് പ്യൂപ്പിൾസ് ആർ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡാഷ് പോയ്സണിങ്. അപ്പോൾ നിങ്ങളിത് ഓർത്തിരിക്കുക. നമുക്കിപ്പം പിന്നീടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, പിൻ പോയിന്റഡ് പ്യൂപ്പിൾസ്. ദെൻ ക്രാംസ്, കൺഫ്യൂഷൻ, കൺവൾഷൻസ്, കോമ, ഓൾ ദീസ് ആർ up to coma. All these are symptoms of organic phosphorus compounds poisoning. So let us see the first aid measures for it. Remove the contaminated clothing. I have already told you this is because of this is used in pest control, so there is chance of contamination of clothing. നമ്മുടെ ക്ലോത്തിലെല്ലാം ഈ കോമ്പൗണ്ട് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ റിമൂവ് ഇറ്റ് at first. Then wash skin with soap and water. സ്കിന്നിന് ഫർദർ ഡാമേജ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് സോപ്പ് വൈൽ വാഷിംഗ് ദ സ്കിൻ. ദെൻ ഗിവ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. Provide CPR if patient has an
an attack, heart attack, or if the patient's heart function and respiratory function is stopped, then start with the cardiopulmonary resuscitation and as early as possible shift the patient to hospital. Okay. Next one is a famous poison. Okay. It is cyanide poisoning. നമ്മളെല്ലാവരും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് സയനൈഡ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നൊരു പേരായിരുന്നു സയനൈഡ്. സയനൈഡ് പോയിസണിങ്ങിൻ്റെ സിംറ്റംസ് ഫസ്റ്റ് വൺ ഈസ് ഇതിൻ്റെ ടൈപ്പ് ചെയ്ത ഈ ഒരു പോയിന്റ് മാത്രം മേളിലോട്ട് പോയി, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് എൻ്റർ ചെയ്യണം. ദെൻ ദ ഫസ്റ്റ് തിങ് ഈസ് സ്മെൽ ഓഫ് ബിറ്റർ ആൽമണ്ട്സ്. ആൽമണ്ട്സ് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദിസ് ഇസ് ബിറ്റർ ആൽമണ്ട്സ്. ഇതൊരു തരം നമ്മൾ കഴിക്കുന്ന ഒരു തരം കായാണ്, കയ്പുള്ള ആൽമണ്ട്സിൻ്റെ ടിപ്പിക്കൽ സ്മെല്ലായിരിക്കും. ആ സ്മെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയില്ല, ബിക്കോസ് ഈ സ്മെല്ല് സയനൈഡ് പരിചയമില്ലാത്തതുകൊണ്ടാട്ടോ പറയുന്നത്. ദെൻ ഇറ്റ് ഇസ് കാറ്റസ്ട്രോഫിക്. കാറ്റസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ഡിസാസ്റ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എർത്ത് ക്വേക്ക്. നമ്മൾ വളരെ ഈസായിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു എർത്ത് ക്വേക്ക് വന്നിട്ടായിരിക്കും പലപ്പോഴും എല്ലാം തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്ലോൺ വരുന്നത്, അല്ലേ? സോ വി കോൾ ഇറ്റ് ആസ് എ കാറ്റസ്ട്രോഫ്. സയനൈഡ് പോയിസണും അങ്ങനെ തന്നെ ഒരു കാറ്റസ്ട്രോഫാണ്. ഇപ്പോൾ എവറിത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് വിത്തിൻ മൊമെൻറ്റ്സ് യു ആർ ഫിനിഷ്ഡ്. അതാണ് കാറ്റസ്ട്രോഫ് എന്ന് പറയുന്നത്. ദെൻ അതർ സിംറ്റംസ് ആർ headache, nausea, cyanosis. Cyanosis എന്ന് പറഞ്ഞാൽ bluish discoloration of your skin. Bluish discoloration of your skin when your body do not get enough oxygen, it may go into cyanosis, bluish discoloration. Then breathlessness, breathing difficulty ഉണ്ടാവാം, convulsions and death. Cyanide enough amount അകത്ത് ചെന്നാൽ death is inevitable. Okay, and let us see the first aid measure. The only thing we can do for cyanide poisoning, only first aid, is take the patient to hospital immediately. വേറെ ഒരു ഫസ്റ്റ് എയ്ഡ് മെഷറും ഒരിടത്തും പറയുന്നില്ല, ഒരു ബുക്സിലും പറയുന്നില്ല, ആരും പറയുന്നില്ല. കാരണം നമുക്ക് പേഷ്യൻ്റ് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു സമയം അവിടെ അവശേഷിക്കുന്നത്. അത്രയ്ക്ക് ഫേറ്റൽ ആയിട്ടുള്ള ഒരു പോയിസണാണ് സയനൈഡ്. സോ ഇഫ് യു ഇൻജസ്റ്റ് സയനൈഡ്, ഇറ്റ്സ് എ കാറ്റസ്ട്രോഫ്. ടേക്ക് ദ പേഷ്യൻ്റ് ടു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ഈസ് ദ ഓൺലി തിങ്. അപ്പം ഞാൻ നേരിടുന്ന ചില ഡൗട്ട്സ് ആണ്, എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? അപ്പം നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ടു ഡു ദ ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം. അല്ലാതെ വേറൊന്നും നടക്കാറില്ല. കാരണം വിത്തിൻ മൊമെൻറ്റ്സ് പേഷ്യൻ്റ് മേ ഡൈ. ഇത് ട്രൂത്താണ്. സയനൈഡ് ഇൻജസ്റ്റ് ചെയ്ത പേഷ്യൻസ് സർവൈവ് ചെയ്യാറില്ല. അവർക്ക് വിത്തിൻ മൊമെൻറ്റ്സിനുള്ളിൽ ദേ മേ ഡൈ. ഇതിനെക്കുറിച്ച് പറയുന്നത് ഏതോ ഒരു സയൻറ്റിസ്റ്റ് സയനൈഡിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് സയനൈഡ് കഴിച്ചിട്ട് എസ് എന്നൊരു വേർഡ്, എസ് എന്നൊരു ആൽഫബറ്റ് മാത്രമേ പുള്ളിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അത് എഴുതാറുന്ന സമയത്തിനുള്ളിൽ ഹി വാസ് ഡെഡ്. അത്രയ്ക്ക് എന്താ പറയണ ഫീറ്റലായിട്ടുള്ള ഒരു പോയിസണാണ് സയനൈഡ് പോയിസണിങ്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സി ആൽക്കഹോൾ പോയിസണിങ്. വിഷമദ്യ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്, അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം, 2 ടൈപ്പ് ആൽക്കഹോൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മീഥൈൽ ആൽക്കഹോൾ. ഇതാണ് യൂഷ്വലി ആളുകൾ കുടിക്കുന്നത്. ഇതിനകത്ത് എന്താ പറയുക, അഡൾട്രേഷൻ വരുമ്പോഴാണ് ഇറ്റ് കോസ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആസ് വെൽ ആസ് ഡെത്ത്. ലെറ്റ് us see the clinical manifestation. Fatigue, nausea, vomiting, temporary visual blurring. ടെമ്പററി വിഷ്വൽ ബ്ലറിങ്, അതായത് നമുക്കറിയാം കള്ള് കുടിച്ചിട്ട് വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എവ്രി വൺ നോസ് വാട്ട് ഈസ് ദെയർ കണ്ടീഷൻ, അല്ലേ? ലോസ് ഓഫ് വിഷൻ. ഇഫ് ദിസ് മിഥൈൽ ആൽക്കഹോൾ ബിക്കം പോയിസൺ, ദർ ഈസ് പെർമനൻറ്റ് ലോസ് ഓഫ് വിഷൻ. ടെമ്പററി ആണെങ്കിൽ ദർ ബി സ്ലൈറ്റ് വിഷ്വൽ ബ്ലറിങ്. ഷാലോ ബ്രീത്തിങ്, അതായത് ബ്രീത്ത് എടുക്കുന്നതിന് ആവശ്യത്തിന് ഡെപ്ത് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കേട്ടു എന്ന് തോന്നുന്നു ഞാൻ ബ്രീത്ത് എടുക്കുന്നത് അതുപോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും. പെട്ടെന്ന് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കും, പക്ഷേ അതിന് ഡെപ്ത് ഉണ്ടാവില്ല. ദെൻ അഗെയിൻ സൈനോസിസ്. ഡയലേറ്റഡ് പ്യൂപ്പിൾസ്, നമ്മൾ നേരത്തെ പിൻ പോയിൻറ്റഡ് പ്യൂപ്പിൾ കണ്ടു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡയലേറ്റഡ് പ്യൂപ്പിൾസ്. സി, ഇവിടെ നമ്മളുടെ ഐറിസിലോട്ട് നോക്കിയാൽ വലിയ പ്യൂപ്പിൾസ് കാണാം, അല്ലേ? നമ്മൾ കൃഷ്ണമണി എന്ന് വിളിക്കും. ഇതിന് ഇത്തരം വലുപ്പം സാധാരണ ഉണ്ടാവാറുണ്ടോ? ഇത് മീഥൈൽ ആൽക്കഹോൾ ഇൻജസ്റ്റ് ചെയ്ത ഒരാളുടെ പ്യൂപ്പിളാണ്. യു ക്യാൻ സി ഹൗ ബിഗ് ഇറ്റ് ഈസ്. Okay, so this is dilated pupil, and ultimately due to this poison patient may go into coma and shock. Shock എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെയർ ചെയ്ത് പൾസിനൊക്കെ വ്യത്യാസം വന്ന ഒരാൾ റെസ്പോൺസ് ചെയ്തൊരവസ്ഥയിലായിട്ട് പോകുന്നതാണ് ഷോക്ക്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷോക്ക് ഫസ്റ്റ് എയ്ഡിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ദ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ആർ ഗിവ് മിൽക്ക്, വാട്ടർ ഓർ എഗ് വൈറ്റ്, ഇൻഡ്യൂസ് വോമിറ്റിംഗ്,
ദെൻ ഈഥൈൽ ആൽക്കഹോൾ ഡിക്രീസസ് ടോക്സിസിറ്റി. മീഥൈൽ ആൽക്കഹോളിൻ്റെ ഒരു ആൻറ്റിഡോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഈഥൈൽ ആൽക്കഹോൾ. പക്ഷേ അത് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഇൻജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഓൾസോ ക്യാൻ കോസ് പോയിസണിങ്. ദെൻ ദ അൾട്ടിമേറ്റ് തിങ് ഈസ് ടു ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് ടു ഹോസ്പിറ്റൽ. നെക്സ്റ്റ് വൺ ഈസ് ഈഥൈൽ ആൽക്കഹോൾ. അതാണ് നമ്മൾ 70% ഈഥൈൽ ആൽക്കഹോളാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പിരിറ്റ് എന്ന് പറയും. നമ്മളിനി ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനോട് വളരെ ഫെമിലിയർ ആയിരിക്കും. അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ പോയിസണിങ്, സ്മെൽ ഓഫ് ആൽക്കഹോൾ, വൊമിറ്റിംഗ്, സ്ലേർഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെ വഴുതിപ്പോവും, മറ്റുള്ളവർക്ക് തിരിയാത്തൊരവസ്ഥ. ഇൻകോർഡിനേഷൻ, വി വോണ്ട് ബി ഏബിൾ ടു കോർഡിനേറ്റ് അവർ മൂവ്മെൻറ്റ്സ്. ഡബിൾ വിഷൻ, അതായത് ഒന്നിനെ രണ്ടായിട്ട് കാണുക എന്ന് പറയും ഡബിൾ വിഷൻ. അത് ചിലപ്പോൾ നമുക്ക് പനിയൊക്കെ വരുമ്പോഴും വരാറുണ്ടല്ലോ, ഇതാണ് ഡബിൾ വിഷൻ. ഇതിപ്പോൾ ഇവിടെ 5 ഫിംഗേഴ്സിനെ നമ്മൾ 10ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഓക്കെ അപ്പം 2ആയിട്ട് ഇങ്ങനെ കാണുന്നത് ചില സമയങ്ങളിൽ. ദിസ് ഈസ് എ ഫീച്ചർ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഇഞ്ചക്ഷൻ. ദെൻ there can be visual impairment, അതായത് കണ്ണ് കാണാൻ പറ്റാതാവുക. ദെൻ കൺവൽഷൻസ്, ഫ്ലഷിങ് ഓഫ് ഫേസിൻ്റെ കളർ. അത് ചിലപ്പോൾ നമുക്ക് നാണം വരുമ്പോഴോ പേടി വരുമ്പോഴൊക്കെ നമുക്കും, അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുമ്പോഴൊക്കെ നമ്മുടെ ഫേസ് ഫ്ലഷ് ആവാറുണ്ട്. എൻ്റെ എക്സാമ്പിളാണിത്. നിങ്ങൾക്ക് ഈ കളർ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. ദിസ് ഈസ് ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫ്ലഷിങ് ഓഫ് ഫേസ്. ഡിസീസ് കണ്ടീഷൻസിലും വരാറുണ്ട്. സോ ഈഥൈൽ ആൽക്കഹോൾ പോയിസണിങ്ങിലും ഫ്ലഷിങ് ഓഫ് ഫേസ് ഇസ് കോമൺ. ദെൻ റാപ്പിഡ് പൾസ്, അതായത് നമ്മുടെ പൾസ് നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കിയാൽ ഇറ്റ് വിൽ ബി വെരി ഫാസ്റ്റ്. ദെൻ ഡയലേറ്റഡ് പീപ്പിൾസ് നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ ഷാലോ ബ്രീത്തിങ്, അതും മീഥൈൽ ആൽക്കഹോൾ പോയിസണിങ്ങിനെ പോലെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ ഒരേ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ഓപ്പൺ എയർവേ ആൻഡ് ഷിഫ്റ്റ് ഹോസ്പിറ്റൽ. സോ പേഷ്യൻറ്റ് ബ്രീത്ത്ലെസ്നെസ് വരാവുന്നത് കൊണ്ട് പേഷ്യൻറ്റിൻ്റെ എയർവേ ക്ലിയർ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ആസ് ഏർലി ആസ് പോസിബിൾ ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് ടു ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ഈസ് ഫുഡ് പോയ്സണിങ്. വി ഓൾ ആർ വെരി ഫെമിലിയർ വിത്ത് ദിസ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഫുഡ് പോയ്സണിങ് അടിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. മിക്കവാറും നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇത് വരാറ്. 2 ടൈപ്പ് ഓർഗാനിസംസ് ആണ് നമുക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്റ്റഫൈലോകോക്കസ് ആൻഡ് സാൽമണല്ല. 2 ടൈപ്പ് ഓഫ് പോയ്സൺസ്, ഫുഡ് പോയ്സണിങ്. So let us see the staphylococcal poisoning first. Here the symptoms appear within 2 to 6 hours of eating contaminated food. പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിയുമ്പോൾ അല്ലെ വീട്ടിൽ ഫുഡൊക്കെ തുറന്ന് വെച്ചിട്ട് അത് കണ്ടാമിനേറ്റ് ആകുമ്പോൾ ആ ഫുഡ് ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സ്റ്റഫൈലോകോക്കസിൽ ഈ ഓർഗാനിസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ മൈക്രോബയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഈ ഓർഗാനിസമാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നതിന്. ക്യാൻ സീ ദ സിംറ്റംസ് വിത്തിൻ 2 to 6 hours ആൻഡ് ദ കോമൺ സിംറ്റംസ് ആർ നോസിയ, വൊമിറ്റിംഗ്, ഡയറിയ. ഇവിടെ ഒരു കോമ ഇടണം, അല്ലെങ്കിൽ ഡയറിയ താഴേക്ക് എഴുതണം. ദെൻ ഹെഡ് ഏക്ക്, അബ്ഡോമിനൽ പെയിൻ, അഗെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഷോക്ക് ഇൻ സിവിയർ കേസസ്. And the management is keep the patient at rest, give plenty of fluids to drink, induce vomiting and shift to hospital. നമ്മൾ പറയും കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിച്ചിട്ടുണ്ട്, അത് മുഴുവനും പോയി തീരുന്നത് വരെ പേഷ്യൻറ്റിന് പ്രശ്നമുണ്ട്. അത് പോയി തീരുന്നത് തന്നെയാണ് നല്ലത്. ഡയറിയ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ മെത്തേഡാണ്. അതായത് കണ്ടാമിനേറ്റഡ് ഫുഡിൻ്റെ കണ്ടൻസ് മുഴുവൻ പോകുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ വൊമിറ്റിംഗ് കൂടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 റൂട്ടിലും ഈ ഫുഡ് പോയി തീരും. അത് പേഷ്യൻറ്റിന് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് ടു ഹോസ്പിറ്റൽ. Next one is Salmonella poisoning. Salmonella is the next organism which causes food poisoning. And the symptoms, in this case, the symptoms appear within few hours of eating food, or it can be delayed for a day or 2. അതായത് സാൽമണല്ല പോയ്സണിങ്ങിൻ്റെ വ്യത്യാസം എന്താ പറയുക, സ്റ്റഫൈലോകോക്കസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാൽമണല്ലയുടെ സിംറ്റംസ് ഇറ്റ് ക്യാൻ അപ്പിയർ വിത്തിൻ ഫ്യൂ അവേഴ്സ് ഓഫ് ഇൻജക്ഷൻ, ഓർ ഇറ്റ് മേ ഡിലേഡ് അപ് ടു 2 days. ചിലപ്പം വിത്തിൻ 2 to 6 hours വരാം, പക്ഷേ സിംറ്റംസ് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേയോ വരാം. ദെൻ അതർ സിംറ്റംസ് ആർ ഫീവർ, നോസിയ, വൊമിറ്റിംഗ്, diarrhea, abdominal pain, and again signs and symptoms of shock. Here also the management is same as above. അതായത് ഫുഡ് പോയ്സണിങ് നമ്മൾ കോമൺ ആയിട്ടുള്ള മാനേജ്മെൻറ്റേ ഉള്ളൂ. അതായത് കീപ് ദ പേഷ്യൻ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ഗീവ് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് ടു ഡ്രിങ്ക്, ഇൻഡ്യൂസ് വോമിറ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ടു ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളിവിടെ നോട്ട്സ് എഴുതുമ്പോൾ സെയിം ആസ് എബവ് എന്ന് എഴുതിയാലും യു ഹാവ് ടു ലേൺ ദിസ് മാനേജ്മെൻറ്റ് ഫോർ ബോത്ത്, ദിസ് ഫസ്റ്റ് എയ്ഡ് ഫോർ ബോത്ത് ടൈപ്പ് ഓഫ് പോയ്സണിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അയയ്ക്കുക. ഡിലേ ആവരുത്, നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, താങ്ക് യു.